ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ വന്നത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു പ്രമുഖ യൂട്യൂബറെ കോട്ടയം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, രേണു സുധിക്കും അതുപോലെ തന്നെ ബിഷപ്പിനുമെതിരെ ഒരുപാട് അപകീർത്തിപരമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടിരിക്കുന്നത്. ഫാദർ നോബൽ ഫിലിപ്പ് കൊടുത്തിരിക്കുന്ന കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അത് അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം ഒരു വ്യക്തിയെ വ്യക്തിഗതം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെല്ലുന്നതിന് നമുക്കൊരു ഏത് യൂട്യൂബറാണെങ്കിലും നന്മയുള്ള കാര്യത്തിന് നിൽക്കുന്നതിന് കുഴപ്പമില്ല. അതല്ലാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ടാവില്ല. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ലൈഫ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വലിച്ചു കീറിപ്പെടുന്നത് അംഗീകരിക്കാനായിട്ടാവില്ല. രേണു അസുഖം വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അസുഖമാണ് എന്ന് പറയുന്ന ഈ യൂട്യൂബേഴ്സ് രേണുവിനെ വെച്ച് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ എത്രമാത്രം രൂപ രേണുവിനെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. രേണു അസുഖം വിൽക്കുന്നു എന്ന് പറയുന്നു. ഈ രേണുവിനെ വെച്ച് ഇവർ കാശുണ്ടാക്കിയത് വെച്ച് നോക്കിയാൽ രേണുവിന് ഇന്നൊരു ഹോസ്പിറ്റൽ മേടിക്കാൻ മാത്രം പൈസ ഈ ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി രേണുവിനെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിന്ന് വീഡിയോസ് ചെയ്യുന്നത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവർക്ക് ആകെയുള്ള വരുമാനം ഈ സോഷ്യൽ മീഡിയയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫാദറും രേണുവൊക്കെ ഇവർക്കൊക്കെ എതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചാരിത്ര പ്രസംഗം നടത്തുന്ന ഇവിടെ ഇപ്പോൾ പലരും പറയുന്ന കേട്ടു, ഇവരെന്താണ് ഞങ്ങളെ മൂക്കി കയറ്റുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ മൂക്കി കയറ്റിയില്ലെങ്കിൽ ഇപ്പോൾ സെല്ലിൽ കയറ്റിയിട്ടുണ്ട്, ഒരാളെയെങ്കിലും സെല്ലിൽ കയറ്റാൻ സാധിച്ചു. കയറ്റിയയാളെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കുറച്ചൊക്കെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം നല്ലത് തന്നെയാണ്. ഇപ്പോൾ അതിലൊരാളെങ്കിലും നിയമത്തിൻ്റെ പിടിയിലായല്ലോ. എന്തുകൊണ്ട് ഇവർ രേണുവിനെ പോലെ മറ്റുള്ളവർക്കെതിരെ ഇവർ റിയാക്ട് ചെയ്യുന്നില്ല? വമ്പൻ സ്രാവുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിടി വീഴും, അല്ലെങ്കിൽ ഇവരെ തന്നെ അത് ബാധിക്കും. വമ്പൻ സ്രാവുകളെ തൊടാൻ ഇവർക്ക് പേടിയാണ്. രേണുവിനെ പോലെ ഒരു സാധു സ്ത്രീയാകുമ്പോൾ കുഴപ്പമില്ല, ആർക്കും എന്തും പറയാമല്ലോ. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ വേഷം. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഫാദർ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ സൈബർ ബുള്ളിങ് നേരിടേണ്ടതായിട്ട് വന്നത്. കാരണം എല്ലാ വിദ്വേഷങ്ങളും മറിഞ്ഞ രോഗാവസ്ഥയിൽ രേണുവിനെയും കുടുംബത്തെയും ആ ഫാദർ ചേർത്ത് പിടിച്ചു. കാരണം മനസാക്ഷിയുള്ളൊരു മനുഷ്യന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഈ വ്യക്തികളൊക്കെ രേണുവിനെ വെച്ച് എന്തുമാത്രം കണ്ടന്റ് ഉണ്ടാക്കി. ഇപ്പോൾ രേണു സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോസ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങളോട് മറ്റുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കൈ നീട്ടുന്നില്ല. എൻ്റെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുവഴി എനിക്ക് വരുന്ന വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ ചികിത്സയ്ക്ക്, അവർക്ക് ഒരു ക്യാൻസർ രോഗിക്ക് ചികിത്സയ്ക്ക് എത്ര രൂപ വേണം, എന്തുമാത്രം ചിലവുകളുണ്ട് എന്നുള്ളത് അതൊക്കെ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. എന്തായാലും ഈ നടപടിയിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് വായിൽ വരുന്നത് എന്ത് മലിന വസ്തുക്കളും സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിച്ച് വയ്ക്കുന്ന, അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയെ മലിനമാക്കുന്ന, മറ്റുള്ളവരെ കീറി മുറിക്കുന്ന, അതുപോലെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ പറയുന്ന മറ്റു പലർക്കും കൂടി എതിരെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് വന്നിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ രേണുവിൻ്റെ കാര്യം പറഞ്ഞാൽ, രേണുവിന് ഇപ്പോൾ ആരോഗ്യം വളരെ വീക്കാണ്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്നെങ്കിലും അവരുടെ ആരോഗ്യം വളരെ വീക്കാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.